ഒരു സിമ്പിൾ മുട്ടക്കറി ഞാൻ വെച്ച് കാണിച്ചു തരാം. മേടിച്ചല്ല, സോറി. അപ്പോഴേ നമ്മളെ കുക്കർ അങ്ങോട്ട് അടുപ്പിൽ വെച്ച് കടുക് ഇട്ട്, കടുക് വറക്കണം ആദ്യം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് നല്ല എണ്ണ ചൂടായിട്ട് ഞാൻ കടുക് ഇട്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് നല്ല മൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സവാള എല്ലാം അരിഞ്ഞു വെച്ചേക്കുമായിരിക്കുമല്ലോ, സവാള അതിനകത്തോട്ട് ഇട്ട് ശകലം ഉപ്പൂടി ഇടണം. അപ്പൊ പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടും. അതുകൂടി ഇട്ട് വഴറ്റിയിട്ട് തക്കാളിപ്പഴവും പച്ചമുളകും ഞാൻ ഇടത്തില്ല കേട്ടോ. പച്ചമുളകും ഇടുമ്പോൾ എരി കൂടി പോകുന്നതുകൊണ്ട് ഇടത്തില്ല. അപ്പൊ ഇത്രയും വലിയ കുക്കറിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്റെ ചെറിയ കുക്കറിന് ചെറിയൊരു കംപ്ലൈന്റ് അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വലിയ കുക്കർ എടുത്ത് വെച്ചത്. അതിനകത്ത് ശകലം കറി മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണേ, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ കുക്കറിനകത്താകുമ്പോൾ നമ്മളുണ്ടല്ലോ, ഒരു ജോലിക്ക് പോകുന്നവർക്കായാലും വൈകിട്ട് മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ നിർബന്ധമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് പോലും വേണ്ട. ഇതൊന്ന് ആ ചുമപ്പൊന്ന് ആകുമ്പോഴത്തേനാണ് ഇതെല്ലാം ചടപടേന്ന് അതിനകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് വഴറ്റി നല്ല ഈ എന്താ പറയുന്ന ഈ ഒരു മുളക് പൊടിയുടെ ഒക്കെ ആ മണം മാറുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ നമ്മൾ വീട്ടമ്മമാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര അളവ് ഇത്ര അളവൊന്നും, എല്ലാം നമ്മളൊരു കൈക്കണക്കിന് വെച്ചല്ലേ ചെയ്യുന്നത്. എല്ലാം ഒരു ഊഹമില്ല, അല്ലാതെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുമല്ലോ, ഇത്ര എത്രയെന്ന്. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് ഇളകി തുള്ളി വെള്ളം ഒഴിച്ച് നമ്മൾ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി കേട്ടോ. വേണമെങ്കിൽ ഒന്നുകൂടെ ഒഴിച്ചാൽ അത് ഇച്ചിരി അങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട, ഒറ്റ വേണ്ടോ. 5 മിനിറ്റ് ആയപ്പോഴത്തേന് കുക്കറിനകത്ത് ഇത് റെഡിയായി. നമ്മൾ മറ്റേന്ന് വെച്ചാൽ വയറ്റി നിൽക്കണ്ട. ഇതാകുമ്പോൾ അത് വേണ്ട. കുക്കറിനകത്ത് വെച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് അടുത്ത ജോലി കണ്ടോ, അടിപൊളി ഉള്ളിക്കറിയായി. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ അപ്പമാണ് ഉണ്ടാക്കിയത്. സൂപ്പർ അപ്പം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ മുട്ടക്കറി വെക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഈ കേട്ടോ കേട്ടോ എന്ന് പറയുന്നില്ല. എന്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തോ 24 മണിക്കൂറും കേട്ടോ കേട്ടേ എന്ന് പറയുന്നത് കേട്ടോ. കവിതയെന്ന് അവളുടെ പേര്. അതുകൊണ്ട് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്ത് നീ കേട്ടോ എന്ന് പറയത്തില്ലെന്ന്. മുട്ടക്കറി അപ്പം അടിപൊളിയല്ലയോ?